Hey, how's it going? I'm Bismaya. Welcome to Salt Mango Pickle. അപ്പോൾ എല്ലാവർക്കും സോൾട്ട് മാംഗോ ഫാമിലിയുടെ വക ഉത്രാട ദിനാശംസകൾ. അങ്ങനെ ഇന്ന് എല്ലാവരും ഉത്രാട വിളക്കൊക്കെ കത്തിച്ച് തിരുവോണത്തിന് വരവേൽക്കാൻ ഒരുങ്ങുന്ന ദിനമാണ്. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞൊരു തിരുവോണം ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പം നമുക്കിന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഹായ്, ഞാൻ സന്ധ്യ. ഓണം സീരീസിലെ അടുത്ത വീഡിയോയുമായി ഞാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ചെറുപയർ പരിപ്പിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുപയർ 1 കപ്പ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, തേങ്ങ 1/2 മുറി, പച്ചമുളക് 2 എണ്ണം, കൊച്ചുള്ളി 8 എണ്ണം, വെളുത്തുള്ളി 3 അല്ലി, കറിവേപ്പില 2 തണ്ട്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഇനി നമുക്ക് പരിപ്പുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് ചെറുപയർ ഈ കടായിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ പരിപ്പ് ചെറുതായിട്ട് ഗോൾഡൻ നിറമാകുന്നത് വരെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. നിങ്ങൾ ഈ ചെറുപയർ വറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, എന്നാലേ എല്ലാം ഒരുപോലെ മൂത്ത് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഈ പയറെല്ലാം മൂത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. ഈ പയർ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിക്കകത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ ഈ പയറെല്ലാം മിക്സിക്കകത്തിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ മിക്സിയിൽ അടിക്കുമ്പോൾ ഒരുപാട് പൊടിഞ്ഞു പോകരുത്. ഞാൻ ഈ പയറെല്ലാം നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതൊരു കുക്കറിലോട്ടിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ കുക്കറിനകത്തോട്ട് ഒരു 8 ചെറിയ ഉള്ളി, ഒരു 2 പച്ചമുളക് നീളത്തിൽ കണ്ടിച്ചത്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് അല്പം വെളിച്ചെണ്ണ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് തിളച്ചു തൂങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ്. കുക്കർ അടച്ചു വെച്ച് നമുക്കൊരു 4 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചെറുപയർ വെന്ത് വരുന്ന സമയത്തുള്ളിൽ നമുക്കിതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കാം. 1/2 മുറി തേങ്ങയുടെ പീരയാണ് ഞാൻ ഈ മിക്സിയിൽ എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 3 അല്ലി വെളുത്തുള്ളി, കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ കുക്കറിൻ്റെ 4 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കി കുക്കറിൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം പരിപ്പെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓണാക്കിയതിന് ശേഷം മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഈ പരിപ്പ് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി, അധികം തിള വരണ്ട. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം പരിപ്പ് തയ്യാറാക്കാൻ, അല്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ പരിപ്പ് കട്ടിയായി പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പരിപ്പിന് കടുക് വറക്കുന്നതിന് പകരം നമ്മൾ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് 2 തണ്ട് കറിവേപ്പില കൂടി ഒടിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി പരിപ്പേറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ പരിപ്പേറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ കമൻറ്റായി അറിയിക്കുക. ഓണം സീരീസിലെ ഇതുവരെയുള്ള വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റ് മണ്ടയ്ക്കും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ബാക്കിയുള്ള വീഡിയോസ് കൂടി കണ്ട് ഞങ്ങളെ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക. ഓണം സീരീസിൻ്റെ എല്ലാ വീഡിയോയുടെ പ്ലേലിസ്റ്റ് മണ്ടയ്ക്കും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും മറക്കാതെ കാണുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഉത്രാട ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.